അപ്പോൾ 160 മാർക്ക് നമുക്ക് ഈ വർഷം തിയറിക്ക് നമുക്കുണ്ടെന്ന് പറയാം അല്ലെ. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഡബിൾ മാർക്സ് ആണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 160 മാർക്കിന്റെ 75% 75% എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 120 മാർക്ക്. 75% എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, കൃത്യമായിട്ട് പറഞ്ഞാൽ 120 മാർക്സ്. ഈ 120 മാർക്സ് എവിടെ നിന്നാണ്? നമ്മുടെ സ്വന്തം ഫോക്കസ് ഏരിയ മാത്രമാണ് ചോദിക്കുന്നത്. ഫോക്കസ് ഏരിയ മാത്രമാണ് 75%. ആദ്യത്തെ 75% മാർക്കും വരുന്നത് ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ബാക്കി വരുന്ന 25%, ബാക്കി വരുന്ന 25% കൃത്യമായി പറഞ്ഞാൽ 40 മാർക്ക്. ഈ 40 മാർക്ക് ഏതിൽ നിന്നാണ്? നമ്മുടെ റിമൈനിങ് പാർട്ടിൽ നിന്നാണ് അല്ലെ. ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ 40 മാർക്ക് അഥവാ 25%. 25% വന്നിട്ട് ബാക്കിയുള്ള പോർഷൻസിൽ നിന്നാണ് നമുക്ക് എക്സാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിലേക്ക് വരാം. പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിൽ നേരത്തെ എത്രയായിരുന്നു മാർക്ക്? ഇവിടെ വന്നിട്ട് നമുക്ക് 60 മാർക്കായിരുന്നു തിയറിക്ക് അല്ലെ. 60 മാർക്കായിരുന്നു. നമ്മുടെ ഈ പറയുന്ന ഈ ഒരു സിസ്റ്റം നമുക്ക് പ്രാക്ടിക്കൽസിലോട്ട് ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോ തിയറി കേസ് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ 60 മാർക്കോടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? നേരെ അതിന് ഡബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തിയറിക്ക് 160 മാർക്ക് 160 മാർക്കല്ല, 160 മാർക്ക് ഡബിൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം എന്തായിരിക്കും? ഇവിടെ 120 മാർക്കായിരിക്കും. 120 മാർക്സ് ആയിരിക്കും നമ്മുടെ തിയറി പേപ്പർ വരിക ഈ വരുന്ന എക്സാമിന്. അതിൽ കൃത്യമായി പറഞ്ഞാൽ 75%, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ 75%, അതായത് കൃത്യമായി പറഞ്ഞാൽ 90 മാർക്ക്, 90 മാർക്സ് അല്ലെ. അതായത് 90 മാർക്സ് എന്തെന്നായിരിക്കും? ഈ പറയുന്ന 90 മാർക്സ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. ബാക്കി വരുന്ന 25% എന്ന് പറയുമ്പോൾ 30 മാർക്സ്. 30 മാർക്സ് വരുന്നത് നമ്മുടെ റിമൈനിങ് പോർഷൻസ് നിന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. പകരം നമ്മുടെ എന്തായിരിക്കും? ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രമായിരിക്കും നിങ്ങളുടെ എക്സാമിലേക്ക് വരുന്നത്. ഇനിയാണ് നമ്മൾ മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ നമുക്കറിയാം പല പാറ്റേൺസ്, ക്വസ്റ്റ്യനകത്ത് തന്നെ പല സെക്ഷൻസ് ഉണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്സ് ഉണ്ടാവും, 5 മാർക്സ് ഉണ്ടാവും, 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ പല പല സെറ്റ് ആയിട്ട് നമ്മൾ എക്സാക്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയാലും ഷോർട്ട് ടൈപ്പ് ആയാലും പല പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ മുൻ വർഷത്തിനുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോ ഒരു സെക്ഷനകത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യനിൽ നിന്ന് 7 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക അല്ലെ. 7 ക്വസ്റ്റ്യൻ എഴുതുക. ആ 7 ക്വസ്റ്റ്യന്റെ മാർക്ക് നമുക്ക് ലഭിക്കും. സപ്പോസ് ഇപ്പൊ ഒരു വിദ്യാർത്ഥി 10 ക്വസ്റ്റ്യനകത്ത് 10 ക്വസ്റ്റ്യൻ ഒരു സെക്ഷനകത്ത് 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 7 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. സോ എളുപ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് സംശയമായിരിക്കാം, അല്ലെങ്കിൽ എനിക്കത് അറിയാമോ, അല്ലെങ്കിൽ അത് ശരിയായോ തെറ്റായോ എന്നുള്ള ഒരു സംശയത്തിൽ ആ കുട്ടി എന്ത് ചെയ്യും? ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസോട് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും. പക്ഷേ മാർക്കിംഗ് സ്കീം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്? ടീച്ചേഴ്സ് എഴുതിയിരിക്കുന്നതിലെ ബെറ്റർ ആൻസേഴ്സ് നോക്കും. 10 ക്വസ്റ്റ്യൻ 7 അറ്റൻഡ് ചെയ്താൽ മതിയെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള 7 ക്വസ്റ്റ്യൻസ് ഏതാണോ ആ 7 ക്വസ്റ്റ്യൻസ് അവിടെ എടുക്കും. അതിനുശേഷം ആ 7 ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് മാത്രമേ ആ സെക്ഷനകത്ത് അവിടെ കൊടുക്കൂ. അതായിരുന്നു മുൻകാലങ്ങളിലെ അവസ്ഥ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് വ്യത്യാസമാണ്. അതായത് ഇന്നത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ, ഒരു സെക്ഷനകത്ത് 10 ക്വസ്റ്റ്യൻ ഉണ്ട്, 7 എഴുതിയാൽ മതി. പക്ഷെ വിദ്യാർത്ഥികൾ 10 എഴുതാം അല്ലെ. 10 ക്വസ്റ്റ്യൻസും അവിടെ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ സപ്പോസ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് കിട്ടും വിചാരിക്കും. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യന് 5 മാർക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്, 3 മാർക്ക്, ഇങ്ങനെ പല പല മാർക്ക് സ്കീം അവിടെ കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ അറിവനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ വിചാരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യന് എത്ര മാർക്ക് വരുന്നുവോ ആ മാർക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ പേപ്പറിൽ ആഡ് ചെയ്യും. നിങ്ങൾ 7 ക്വസ്റ്റ്യൻ എഴുതേണ്ട അടുത്ത് 10 ക്വസ്റ്റ്യൻ എഴുതിയാൽ ആ 10 ക്വസ്റ്റ്യന് കിട്ടിയ മാർക്കും എന്ത് ചെയ്യും? അവിടെ ആഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ 160 എന്നുള്ള സ്കീമിലേക്ക് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, 160 മാർക്കിംഗ് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ബേസിസിലാണ്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് അറിയാവുന്നത് എന്ത് ചെയ്യാം? പെർഫെക്റ്റ് ആയിട്ട് എഴുതുക.
അപ്പൊ നിങ്ങൾക്ക് അത് 2 മാർക്ക് കിട്ടിയാൽ അതും എന്താണ് അവിടെ ബെനിഫിറ്റ് ആണ്, ഫൈനൽ മാർക്ക് ആഡ് ചെയ്യും. ഇനി അടുത്ത സംശയം, അതായത് നമ്മൾ ഈ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 160 മാർക്ക് എഴുതാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നൊരു ചോദ്യം വരും. നമുക്ക് അത് മൊത്തം എഴുതാൻ കഴിയണമെന്നില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് എത്രത്തോളം എഴുതാൻ കഴിയും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എഴുതാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ആൻസേഴ്സ് ചെയ്യാം. നിങ്ങളുടെ ടാർഗറ്റ് എന്തായിരിക്കണം, 80 മാർക്സ് എങ്ങനെയും സ്കോർ ചെയ്യണം. അതിപ്പോ 160 മാർക്ക് എഴുതിയാലും അല്ലെങ്കിൽ 140 എഴുതിയാൽ പോലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ, ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി ശരിയാക്കി, ഇത്ര മാർക്സ് എനിക്ക് ഇവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ 80 മാർക്ക് കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 100 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എഴുതുക, മിനിമം 100 മാർക്ക് കിട്ടുന്നതിന് വേണ്ടി എഴുതുക. ഓക്കെ, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റ്. അപ്പോൾ ഇത് ഇനി അടുത്ത ചോദ്യം, അതായത് ഈ മാർക്സ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൗണ്ട് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മാർക്ക് ആഡ് ചെയ്തിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതായത് ഇപ്പൊ ഒരു 80 മാർക്കിന്റെ പേപ്പർ ആണ്, ആക്ച്വലി 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ 80 മാർക്കാണ് പക്ഷെ നമുക്ക് ആക്ച്വലി വേണ്ടത്. അപ്പൊ നിങ്ങൾ എഴുതിയ 100 മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് എന്തായാലും റൗണ്ട് ചെയ്ത് 80 റൗണ്ട് ചെയ്ത് 80 വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ എഴുതാം, എത്രത്തോളം മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, പക്ഷേ 80 ആയിരിക്കും ഫൈനൽ പോയിന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഇനി 75% ആൻഡ് 25% ആ ഒരു കൺസെപ്റ്റ് എന്താണ്? 75% എന്ന് പറയുമ്പോൾ 120 മാർക്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ 120 മാർക്സ് എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയ മാത്രമാണ്. ആ 120 മാർക്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് 80 മാർക്കോടെ സ്കോർ ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. 120 മാർക്കിൽ നിന്നാണ് ഒരു 40 മാർക്ക് പോയാൽ കൂടി 80 മാർക്കോടെ സ്കോർ ചെയ്യാം. പിന്നെയും ഉണ്ട് 40 മാർക്ക്, അത് റിമൈനിങ് പോർഷൻസിൽ നിന്നാണ് അല്ലെ. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ പഠിച്ചാൽ മാത്രം തന്നെ നമുക്ക് സുഖമായിട്ട് 80 മാർക്ക് സ്കോർ ചെയ്യാം എന്നത് ഇത് തന്നെ ഒരു തെളിവാണ്. അപ്പൊ അത് ആദ്യം മനസ്സിൽ വെച്ചേക്കാം. ഇനി എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ നന്നായിട്ട് തറവായിട്ട് പഠിക്കുക, പക്ഷേ അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് കൂടി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾ ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു വിദ്യാർത്ഥികളാണ് അല്ലെ. ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളും മറ്റ് കോഴ്സിലേക്ക് തിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നമുക്ക് ഈ വരുന്ന എക്സാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അത് തന്നെ ധാരാളമാണ്. എന്നാൽ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മെഡിസിൻ പോവുകയാണെങ്കിൽ നമുക്ക് ബേസിക് അറിയണം. ആ ബേസിക്കിന്റെ കാര്യങ്ങളെല്ലാം കിടക്കുന്നത് തന്നെ ഈ പറഞ്ഞ 11th പോർഷൻസ്. 12th അപേക്ഷിച്ച് മെഡിസിൻ വരുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 11th പോർഷൻസ് ആണ്. കാരണം നിങ്ങൾ എടുത്തു നോക്കുക, ലാസ്റ്റ് വരുന്ന 6 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഫിസിയോളജിയാണ്. 16 മുതൽ 22ാമത്തെ ചാപ്റ്റർ വരെ ഹ്യൂമൻ ഫിസിയോളജി. നിങ്ങൾ 10th പഠിച്ച ഓരോ പോയിന്റ്സ് ഇപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കും ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ. അപ്പൊ ആ ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും നീറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് ആണ് ആ പറയുന്ന ഭാഗങ്ങൾ. അപ്പൊ അത് നിങ്ങൾ മാക്സിമം തറവായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നതിന് നിങ്ങൾ ഈ ഫോക്കസ് ഏരിയ കൃത്യമായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി, ഇപ്പൊ ഒരു എക്സാമിന്റെ പാറ്റേണിന്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്. നമ്മൾ മുൻ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് അവിടെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് മുൻ വർഷങ്ങളിലെ എക്സാമിനെ അപേക്ഷിച്ച് നമുക്കിവിടെ ഉള്ളത് എന്ന് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഒന്നാമത്തത്, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസോടെ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. പക്ഷെ മുൻ വർഷങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം, പക്ഷേ മാർക്കിംഗ് സ്കീം വരുമ്പോൾ ആ ഒരു പോർഷനിലെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലെ ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. 7 ക്വസ്റ്റ്യൻസ് എഴുതേണ്ട സ്ഥാനത്ത് നിങ്ങൾ 10 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ആ 7 ക്വസ്റ്റ്യൻസിന്റെ അല്ലെ ആ 7 ആൻസേഴ്സിന്റെ മാർക്ക് മാത്രമേ നിങ്ങൾക്ക് അവിടെ ലഭിക്കത്തുള്ളൂ. എന്നാൽ ഈ വർഷം അങ്ങനെയല്ല, നിങ്ങൾ 10 എഴുതിയാൽ ആ 10 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോ സമയം കിട്ടിയില്ല എന്നൊരു ടെൻഷൻ നമുക്ക് വേണ്ട. നമുക്കറിയാം അല്ലെ, ഒരിക്കലും നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് അത്രയും കവർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതുപോലെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആവണമെന്നില്ല. പല പല ഫാക്ടേഴ്സ് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഇനി വീണ്ടും ആലോചിക്കുക, 80 മാർക്ക് മാത്രമാണ് നമ്മുടെ ഫൈനൽ പേപ്പറിനകത്ത് വരുന്നത്. 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടെങ്കിൽ 80 മാർക്ക് മാത്രമാണ് നമ്മുടെ ഫൈനൽ പേപ്പർ വരുന്നത്. പക്ഷെ നിങ്ങൾ മാക്സിമം 80 മാർക്ക് മാത്രമേ ഞാൻ എഴുതൂ എന്നൊരു വാശി നിങ്ങൾ പിടിക്കരുത്. ആ ഒരു വാശിയിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. 80 കിട്ടേണ്ടെങ്കിൽ നിങ്ങളൊരു 100-120 മാർക്കിനെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പൊ അത്ര എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും, ചിലപ്പോൾ നിങ്ങൾ എഴുതുന്നത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അല്ലെ, ക്വസ്റ്റ്യൻസിന്റെ കൺസെപ്റ്റ് മനസ്സിലാവാതെയോ അല്ലെ. ഇപ്പൊ സപ്പോസ് മാത്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എല്ലാം ശരിയാകും. പ്രത്യേകിച്ച് മാത്സിന്റെ കേസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്ട് ഒരു കണക്ക് ചെയ്യുമ്പോൾ
ഞാൻ ചെയ്തത് ശരിയാണ്, അല്ലെ, ഈ ആൻസേഴ്സ് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ എന്ത് ചെയ്യും, ഇടയ്ക്കൊരു നമ്പറോ അല്ലെങ്കിൽ എടുത്തെഴുതുന്ന ഒന്ന് പേ ചെയ്തിട്ട്, അല്ലെ, നമ്മളൊന്ന് സോൾവ് ചെയ്തിട്ട് അതൊന്ന് എടുത്തെഴുതുന്ന മാറിപ്പോയാൽ മതി, ആ ഫൈനൽ ആൻസറിന് പോയി. പക്ഷെ മാത്സിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന പ്രോബ്ലംസ്, ആ ഒരു സ്റ്റെപ്സ് കറക്റ്റ് ആണ്, നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ലഭിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എങ്കിൽ കൂടിയും നിങ്ങൾ എഴുതുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കാതെ അവിടെ തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ അവിടെ വരാം എന്നൊരു കൺസെപ്റ്റ് മനസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് കുറച്ചുകൂടെ എഴുതാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ല സ്കോർ കിട്ടാനായിട്ട് കഴിയും. നമുക്കിനി എക്സാമിന്റെ ടൈം എങ്ങനെയായിരിക്കും, എക്സാമിന്റെ സമയം എന്തൊക്കെയാണ്, അതിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് വേരിയേഷൻ വരുത്തേണ്ടത് എന്ന് അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലെ കണ്ടന്റ്സിൽ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. പിന്നീട് നമുക്ക് പറയേണ്ടത് ഈ ഒരു കേസിനെ കുറിച്ചാണ്, അബൌട്ട് എക്സാം ടൈം. എങ്ങനെയാണ് നമ്മുടെ പരീക്ഷയുടെ സമയം, എക്സാം ടൈമിനുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട്? അപ്പൊ ആദ്യം നോക്കേണ്ടത് എക്സാം ടൈമിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എങ്ങനെയായിരുന്നു, ഈ വർഷം എങ്ങനെയാണ്. അപ്പോൾ മുൻ കാലഘട്ടങ്ങളിൽ പ്രീവിയസ് ഇയേഴ്സ് എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാം, സപ്പോസ് ഒരു 80 മാർക്കിന്റെ പേപ്പർ ആണെങ്കിൽ, സപ്പോസ് ഒരു 80 മാർക്സിന്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 80 മാർക്സിന്റെ തിയറി പേപ്പറിന് നൽകുന്നത് എത്ര മാർക്കായിരിക്കും, എത്ര ടൈം ആയിരിക്കും? നമുക്കിവിടെ 2 മണിക്കൂറും 45 മിനിറ്റും ആയിരിക്കും കിട്ടുന്നത്. 2 മണിക്കൂർ 45 മിനിറ്റ് ആണ് അവിടുത്തെ ടോട്ടൽ ടൈം എന്ന് നമുക്ക് പറയാം. ടോട്ടൽ ടൈം ഏകദേശം 2 മണിക്കൂർ 45 മിനിറ്റ് ആയി. അതില് 2.5 മണിക്കൂറായിരിക്കും നമുക്ക് അവിടെ തിയറി എഴുതേണ്ട ടൈം. നമുക്ക് എക്സാം ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എക്സാം ടൈം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുക 2.5 മണിക്കൂറായിരിക്കും. ബാക്കി വരുന്ന 15 മിനിറ്റ്, ബാക്കി നമുക്കൊരു 15 മിനിറ്റ് ഉണ്ട്, അതെന്തായിരിക്കും? കൂൾ ഓഫ് ടൈം ആയിരിക്കും. ഇതാണ് നമ്മുടെ പഴയ മോഡൽ എക്സാമിന്റെ ഒരു പാറ്റേൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ വർഷത്തെ കേസാണ്. അടുത്ത വർഷം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻസ് ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു പഴയ ഫോർമാറ്റിലേക്ക് ഒരു പക്ഷേ പോകും, അല്ലെ, മിക്കവാറും പോകേണ്ട സാധ്യതയുണ്ട്. അപ്പൊ ഇത് പറയുന്നത് ഈ ഒരു വർഷത്തെ കേസ് മാത്രമാണ്, ഈ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ഇപ്പോ ഉള്ള വ്യത്യാസം എന്താണ്, നമ്മുടെ ഈ വർഷത്തെ എക്സാമിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കിട്ടുന്നത് 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. അതില് നമുക്ക് ഇതാണ് അവിടുത്തെ ടോട്ടൽ ടൈം എന്ന് നമുക്ക് പറയാം. അപ്പൊ ടോട്ടൽ ആയിട്ട് വരുന്ന ടൈം 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. ഇനി ഇതിനകത്ത് നമുക്ക് പഴയതുപോലെ തന്നെ എക്സാം ടൈം സെയിം തന്നെയാണ്, 2.5 മണിക്കൂർ തന്നെയാണ് ഇവിടുത്തെ എക്സാം ടൈം. 2.5 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാം ടൈം വരിക. ഇനി ബാക്കിയുള്ള 20 മിനിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂൾ ഓഫ് ടൈം ആയി ലഭിക്കുക. നമുക്ക് കൂൾ ഓഫ് ടൈം ഇപ്പൊ ഒരു 5 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. 20 മിനിറ്റ് ആയിരിക്കും നമ്മുടെ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 80 മാർക്സ് പേപ്പറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി മറിച്ച് നമ്മുടെ സബ്ജക്ട് നോക്കാം, നമ്മുടെ ബയോളജി ഒരു 60 മാർക്ക് പേപ്പർ ആണ്, അല്ലെ. അതായത് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്ട്, അതായത് 60 മാർക്ക് വരുന്ന സബ്ജക്റ്റുകളിൽ മുൻകാലങ്ങളിൽ നമുക്ക് ലഭിച്ചിരുന്നത് 2 മണിക്കൂറും 15 മിനിറ്റുമാണ്. 2 മണിക്കൂറും 15 മിനിറ്റും ആയിരിക്കും നമ്മുടെ എക്സാമിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അതിനകത്ത് 2 മണിക്കൂറായിരിക്കും നമുക്ക് അവിടെ എക്സാം ടൈം. 2 hours ആയിരിക്കും നമുക്ക് എന്തായിരിക്കും അവിടെ എക്സാം ടൈം ആയിട്ട് വരിക. ഇനി ബാക്കി 15 മിനിറ്റ് നമുക്ക് അവിടെ എന്തായിരിക്കും, കൂൾ ഓഫ് ടൈം ആയിരിക്കും. 15 മിനിറ്റ് നമുക്ക് അവിടെ കൂൾ ഓഫ് ടൈം ആയിട്ട് നമുക്ക് അവിടെ ലഭിക്കും. ശരിയല്ലേ? എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വീണ്ടും അവിടെ ഒരു 5 മിനിറ്റ് നമുക്ക് അവിടെ എക്സ്ട്രാ ലഭിക്കും. 2 മണിക്കൂറും 20 മിനിറ്റും ആയിരിക്കും. 2 മണിക്കൂറും അതുപോലെ 20 മിനിറ്റും ആയിരിക്കും എന്തായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ടൈം എന്ന് പറയുക. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമ്മുടെ 2 മണിക്കൂറും 20 മിനിറ്റും ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് പഴയതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 2 മണിക്കൂറായിരിക്കും, അല്ലെ, കറക്റ്റ് 2 hours ആയിരിക്കും നമുക്ക് അവിടുത്തെ എക്സാം ടൈം. 2 hours ആണ് നമുക്ക് ഇവിടെ വരുന്ന എക്സാം ടൈം. അത് കൂടാതെ 15 മിനിറ്റ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്ന കൂൾ ഓഫ് ടൈം. അപ്പോൾ കൂൾ ഓഫ് ടൈം കൂടെ ഇവിടെ വീണ്ടും
സോറി 15 അല്ല 20 മിനിറ്റ് അല്ലെ. നമുക്ക് 15 അല്ല 20 മിനിറ്റ് നമുക്ക് ഇവിടെ ഫുൾ ഓഫ് ടൈം ഈ വർഷം നമുക്ക് ലഭിക്കുന്നു. 15 മിനിറ്റ് പഴയ സിസ്റ്റം വെച്ചിട്ടായിരുന്നു, എന്നാൽ ഇവിടെ 20 മിനിറ്റിന്റെ ഫുൾ ഓഫ് ടൈം കൂടി നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഇനി നമുക്ക് ഇത് നോർമൽ കേസസിലാണ്. ഇനി നമുക്ക് ബയോളജി മാത്രം നമുക്ക് സെപ്പറേറ്റ് നോക്കാം. കാരണം ബയോളജിക്കകത്ത് വീണ്ടും നമുക്ക് 2 സബ്ജക്ട് വരുന്നുണ്ട്, ബോട്ടണി സുവോളജി. അപ്പൊ ബോട്ടണി സുവോളജിയിൽ നമുക്ക് 2 മണിക്കൂർ 20 മിനിറ്റിനെ നമുക്ക് 1 മണിക്കൂർ 10 മിനിറ്റ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറ്റാം അല്ലെ. അതായത് ബോട്ടണി ഉണ്ട്, ബോട്ടണി നമ്മുടെ സുവോളജിയും ചേർന്നാണ് ബയോളജി അല്ലെ. അപ്പോ ഈ ബോട്ടണിക്ക് നമുക്ക് വരുന്നത് 1 മണിക്കൂർ 10 മിനിറ്റ് ബോട്ടണിക്കും 1 മണിക്കൂർ 10 മിനിറ്റ് നമുക്ക് എങ്ങോട്ടും കൊടുക്കാം, സുവോളജിക്കും കൊടുക്കാം. പഴയതുപോലെ 1 hour എക്സാം ടൈമും 1 hour ബോട്ടണിക്ക് എക്സാം ടൈം, 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം. സുവോളജിക്കും 1 hour എക്സാം ടൈം പ്ലസ് 10 minutes കൂൾ ഓഫ് ടൈം ഇസ് ഓൾസോ there for the zoology too. അപ്പോൾ സുവോളജിക്ക് ഒരു 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൂടി ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മാർക്കിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെ ബേസ് ചെയ്ത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ പ്രിപ്പയർ ആവുക. ഇത്ര മണിക്കൂറാണ് നമ്മുടെ സമയം, അപ്പോൾ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, എന്തായിരിക്കും നമ്മൾ എഴുതേണ്ട ഒരു സ്പീഡിന്റെ ടൈമിങ് എല്ലാം നമ്മൾ മുന്നിൽ കരുതിക്കൊണ്ട് നമ്മൾ പ്രിപ്പയർ ആവുക. അതുപോലെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമുക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അല്ലെ. 1 mark സെക്ഷൻസ് ഉണ്ട്, 2 mark സെക്ഷൻസ് ഉണ്ട്, 3 marks ഉണ്ട്, 5 marks and 8 marks. അപ്പൊ ഇങ്ങനെ പല പല സെക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ സെക്ഷൻസിലും എന്തായിരിക്കും, ആ ഓരോ സെക്ഷന്റെയും പ്രത്യേകത, ഓരോ സെക്ഷനിലെയും 75% ഫോക്കസ് ചെയ്തിരുന്നതായിരിക്കും, ബാക്കി 25% നമ്മുടെ പോർഷൻസിൽ നിന്നായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 7 ക്വസ്റ്റ്യൻസ്, അറൌണ്ട് ഒരു 7 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്നും, ബാക്കി വരുന്ന 3 ക്വസ്റ്റ്യൻസ് എവിടെ ആയിരിക്കും, റിമൈനിങ് കേസസ് നിന്നായിരിക്കും, അല്ലെങ്കിൽ റിമൈനിങ് പോർഷൻസ് നിന്നായിരിക്കും. സോ അങ്ങനെയും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലും ഇത്ര 75% വരുന്നുണ്ട്. ഇനി വ്യത്യാസമായിട്ടുള്ള കേസ് ഒബ്ജക്റ്റീവ് ടൈപ്സ്. ഒബ്ജക്റ്റീവ് ടൈപ്സിന് ഓപ്ഷൻസ് ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് മുൻ കാലഘട്ടങ്ങളിൽ നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ, ഒബ്ജക്റ്റീവ്. പക്ഷെ ഈ വർഷം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഇല്ല. എന്നാണ് നമ്മൾ ഭാഗ്യന്മാരെന്ന് പറയാം. കാരണം ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഫോക്കസ് ഏരിയ ഉള്ളു. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഇല്ല, എന്നാൽ ഇത് വരുന്നതെല്ലാം തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമാണ് എന്ത് വരുന്നത്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് ഞാൻ നമ്മളോട് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാം. അതായത് ഫോക്കസ് ഏരിയയിൽ നിന്ന് 75% മാർക്സ് ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. തിയറി 80 മാർക്സും 20 മാർക്സും ആയിരുന്നു മുൻകാലഘട്ടങ്ങളിൽ അല്ലെ. അപ്പോൾ നമുക്കിപ്പോ അത് ഡബിൾ ആയിട്ട് മാറിയിരിക്കുന്നു, 160 മാർക്കിലേക്ക് മാറിയിരിക്കുന്നു. അതിന് 75%, അതായത് ഏകദേശം 120 മാർക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് മാത്രമാണ്. ബാക്കി 40 മാർക്ക് നമ്മുടെ റിമൈനിങ് പോർഷൻസ് നിന്നാണ്. അതുപോലെ പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്ട്സിൽ 120 മാർക്സ് ആയിരിക്കും ടോട്ടൽ തിയറി പേപ്പർ. അതിനകത്ത് 75%, അതായത് 90 മാർക്സ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്നും 25%, അതായത് 30 മാർക്സ് നമ്മുടെ റിമൈനിങ് പോർഷൻസിൽ നിന്നാണ്. അപ്പോൾ എക്സാം ടൈമിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. 2 മണിക്കൂർ 50 മിനിറ്റ് ആണ് ഇപ്പോഴത്തെ എക്സാം ടൈം. 5 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രാ ടൈം നമുക്ക് കൂൾ ഓഫ് ടൈമിനായിട്ട് ഉപയോഗിക്കാം. ഇനി അപ്പൊ നിങ്ങൾക്ക് 5 മിനിറ്റ് കൂടുതൽ എക്സ്ട്രാ ഉണ്ട്, കാരണം ക്വസ്റ്റ്യൻസ് ഡബിൾ ആണ് അല്ലെ. ക്വസ്റ്റ്യൻസ് ഡബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൃത്യമായിട്ട് അറിയാന്നുള്ളത്, എനിക്ക് ഏതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, വ്യക്തമായിട്ട് എഴുതാൻ പറ്റും എന്നുള്ള ഒരു ധാരണ നമുക്ക് അവിടെ ആ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ബയോളജിക്ക് ആണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ സബ്ജക്ട് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിനകത്ത് 2 മണിക്കൂർ 20 മിനിറ്റ് ആയിരിക്കും. ഓരോ മണിക്കൂറാണ് 2 മണിക്കൂർ എക്സാം ടൈമും, അതുപോലെ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. എന്നാൽ ബയോളജിക്ക് വരുമ്പോൾ ഓരോ മണിക്കൂർ വീതം റൈറ്റിംഗ് ടൈം അല്ലെ, റൈറ്റിംഗ് ടൈം 1 മണിക്കൂർ വീതവും 10 മിനിറ്റ് അല്ലെങ്കിൽ കൂൾ ഓഫ് ടൈം കൂടെ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻസ് ഇല്ല എന്നൊരു കേസ് കൂടെ ഉണ്ട്. ഇനി ആ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് തന്നെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം അല്ലെ, ഇതിനകത്ത് കൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് കമന്റ് ആയിട്ട് താഴെ
കൊടുത്താൽ മതി, ഞാൻ അതിനുള്ള സൊല്യൂഷൻസ് അയച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വീഡിയോ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.